ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ കല എന്ന സ്ത്രീയെ കൊന്ന് കുഴിച്ചുമൂടിയെന്ന സംശയം മൃതദേഹമുണ്ടെന്ന് സംശയിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്ക് പോലീസ് തുറന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് താലി എന്ന് സംശയിക്കുന്ന ലോക്കറ്റ് ലഭിച്ചതായി പരിശോധനയ്ക്ക് പോലീസിനെ സഹായിച്ച എസ് സോമൻ. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ കല കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച പോലീസ്. കൊലപാതകത്തിന്റെ തെളിവുകൾ ലഭിച്ചു. മാന്നാർ കൊലക്കേസിലെ പ്രതികളുമായി പോലീസ് കോടതിയിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകും. മാന്നാർ സ്വദേശിനിയായ കലയെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് പോലീസ് കേസ്. 2009 നടന്ന കൊലപാതകത്തിന്റെ വിവരം പുറത്തു വന്നത് കഴിഞ്ഞ ജൂലൈയിലാണ്. ആദ്യം അമ്പലപ്പുഴ പോലീസിന് ഒരു ഊമക്കത്ത് ലഭിച്ചു. മാന്നാർ എരമത്തൂർ സ്വദേശിനിയായ കല കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയതല്ലെന്നും ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയതാണെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. കത്ത് ചുരുട്ടി കൊട്ടയിലിടാതെ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. കലയെ 15 വർഷമായി കാണാനില്ലെന്ന് ഉറപ്പാക്കി. യുവതി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം ഒരിക്കൽ കൂടി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചു. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ തിരഞ്ഞു. പക്ഷേ കല ജീവനോടെ ഉണ്ട് എന്നതിന് ഒരു തുമ്പും ലഭിച്ചില്ല. കലയുടെ വീട്ടുകാരോടും നാട്ടുകാരോടും തിരക്കിയപ്പോൾ കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ സംശയമുള്ള ചിലരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ചില സൂചനകൾ ലഭിച്ചു. തുടർന്നാണ് അനിൽകുമാറിന്റെ ബന്ധുക്കളായ ജിനു, സോമരാജ്, പ്രമോദ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. കേസിലെ ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാറാണ്. പക്ഷേ ഇതുവരെ ഇയാളെ പിടികൂടാനായിട്ടില്ല. ഇസ്രയേലിലാണ് അനിൽകുമാർ ഉള്ളത്. ഇയാളെ നാട്ടിലെത്തിക്കാൻ പോലീസ് അവരുടേതായ പല മാർഗങ്ങളും പ്രയോഗിച്ചെങ്കിലും വിജയിച്ചില്ല. ഒടുവിൽ റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചു. മതിയായ തെളിവുകളില്ലെന്ന് പറഞ്ഞ് മന്ത്രാലയം അനുമതി നിഷേധിച്ചു. ഒന്നാം പ്രതിയെ പിടികൂടാനാകാത്തതുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റിലായ പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യവും ലഭിച്ചു. വലിയ പെരുമ്പുഴ പാലത്തിന് സമീപം കാറിൽ വെച്ച് കലയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അനിൽകുമാറിന്റെ വീട്ടിലെ കക്കൂസ് ടാങ്കിൽ മറവ് ചെയ്യുന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. മൃതദേഹം വീണ്ടെടുക്കാനായി അനിലിന്റെ വീട്ടിലെ കക്കൂസ് ടാങ്കിൽ പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും ലഭിച്ചില്ല. കിട്ടിയ മുടി ഉൾപ്പെടെയുള്ളവ DNA പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഫലം ലഭിക്കാൻ ഇനി കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ഒരു വർഷത്തിനിടെ ഒന്നിലേറെ തവണ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറിയതും കേസിനെ ബാധിച്ചിട്ടുണ്ട്. കലയെ അനിൽകുമാർ കൊന്നു എന്ന് വിശ്വസിക്കാത്തവരാണ് ഇരുവരുടെയും ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും ഏറെയും. ഇപ്പോഴും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഞാനിരുന്നത്. ഇവിടെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവളെ ആലപ്പുഴ വെച്ച് കണ്ടു, മണ്ണാർശാല വെച്ച് കണ്ടു, എറണാകുളത്ത് വെച്ച് കണ്ടു. ഒരു കുഞ്ഞില്ലേ അവൾക്ക്, ആ കുഞ്ഞിനെ കാണാൻ വരൂ എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞാൻ ഇപ്പോഴും വിശ്വസിച്ച് ജീവിച്ചിരിക്കുമായിരുന്നു. കൈക്കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയവളാണ് കലയെന്നാണ് അവരുടെ വീട്ടുകാർ പോലും വിശ്വസിച്ചിരുന്നത്. പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യയ്ക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ വളരെ വേഗത്തിൽ തന്നെ അനിൽകുമാർ നാട്ടിലുണ്ടാക്കി കൊടുത്തു. ദുരന്ത ദാമ്പത്യത്തിന്റെ രക്തസാക്ഷി പരിവേഷത്തിൽ നാട്ടുകാരുടെയും കലയുടെ വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവനായി അനിൽ മാറി. കലയെ ചില സ്ഥലങ്ങളിൽ വെച്ച് കാമുകനൊപ്പം കണ്ടെന്ന് ക്രമമായ ഇടവേളകളിൽ നാട്ടിൽ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. മറ്റൊരു വിവാഹം കഴിച്ചിട്ടും കലയുടെ വീട്ടുകാരെ സാമ്പത്തികമായി സഹായിക്കുന്നതും അനിൽ തുടർന്നു. 16 വർഷമായി കലയെക്കുറിച്ച് ഒരു വിവരവുമില്ല. കൊല്ലപ്പെട്ടെന്ന് പോലീസ് തീർത്തു പറയുന്നു. പക്ഷേ അത് കോടതിയിൽ തെളിയിക്കുക ശ്രമകരമാണ്. കേസിൽ ദൃക്സാക്ഷികളില്ല. കൃത്യം നടന്ന സ്ഥലത്തു നിന്നുള്ള തെളിവുകളുമില്ല. കക്കൂസ് ടാങ്കിൽ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന മൃതദേഹത്തിന്റെ കാര്യമായ യാതൊരു അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുമില്ല. ഒന്നാം പ്രതിയെ പിടികൂടാനായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കേസ് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ കോടതി വെറുതെ വിട്ടാൽ കല
എവിടെ എന്തു പറ്റിയെന്നുള്ള ചോദ്യങ്ങൾ അവശേഷിക്കും. ജീവനുണ്ട്. നമ്മളെ മോളെ ഞാൻ അപ്പൊ എനിക്കറിയാം സൂചന കിട്ടില്ല. ഞാൻ അമ്മയെ കൊണ്ടുവരും. നമ്മുടെ അമ്മ കഷ്ണം എനിക്കുണ്ടാവും. ഞാൻ കൊണ്ടുവരും അമ്മയെ.